ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മൾ വീഡിയോ ഇത് തന്നെയാണ്. ടൈറ്റിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും തോന്നുന്നു. അപ്പോൾ ഈ ഒരു ലാപ്ടോപ്പിൻ്റെ അസ്യൂസിൻ്റെ ഒരു മോഡലാണ്. അപ്പോൾ ഈ ലാപ്ടോപ്പിൻ്റെ നല്ലതും ചീത്ത വശങ്ങളും ഒക്കെ പറയുന്നൊരു വീഡിയോ ആണിത്. അപ്പം എൻ്റെ ഒരു യൂസർ റിവ്യൂവും സ്പെസിഫിക്കേഷൻ റിവ്യൂവും കൂടി ഒന്നിച്ചുള്ള ഒരു വീഡിയോ ആണ്. ഏകദേശം 20 ദിവസമായിട്ട് മേടിച്ചിട്ട് അൺബോക്സിംഗ് ഒന്നുമല്ല. അപ്പം എല്ലാവരെയും പോലെ അടിപൊളി ക്വാളിറ്റിയിലൊന്നല്ല ചെയ്യുന്നതെന്ന് അറിയാം. എന്നാലും ഞാൻ മാത്രം ഇവിടെ ഒറ്റയ്ക്ക് ചെയ്യുന്ന സംഭവങ്ങളൊക്കെയാണ് ഈ ചാനലൊക്കെ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ പുറത്ത് മഴയൊക്കെ നടക്കുന്നുണ്ട്, ചെറിയ ചെറിയ ഡിസ്റ്റർബൻസുകളുണ്ട്. അപ്പം എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഒക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും MCAfee മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനാണ് അമർനാഥ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്താനും മറക്കണ്ട. കൂടുതൽ ടൈം വേസ്റ്റ് ചെയ്യാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ വീഡിയോയിൽ നമ്മൾ ആദ്യം തന്നെ പറയാനുള്ളത് ഈ ലാപ്ടോപ്പ് ബഡ്ജറ്റ് റേഞ്ചാണ്. ബഡ്ജറ്റ് റേഞ്ച് ആയിട്ടുള്ള ഈ ലാപ്ടോപ്പ് എൻ്റെ രീതിക്ക് പറയുകയാണെങ്കിൽ ഈ സെഗ്മെൻറ്റിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് വേണേൽ പറയാൻ പറ്റും. അങ്ങനത്തെ ഒരു ലാപ്ടോപ്പാണിത്. അപ്പം അതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് തന്നെ നമുക്ക് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഈ ഡിസ്പ്ലേ ഫുൾ HD ആണ്. ഇതിൻ്റെ പ്രൈസൊക്കെ നമുക്ക് അവസാനമായിട്ട് പറയാം. അപ്പോൾ അതിന് മുമ്പേ അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് പറയാം. ഈ ഡിസ്പ്ലേ ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ ആണ്. പിന്നെ മാറ്റ് ഫിനിഷുള്ള ഡിസ്പ്ലേ ആണ്. പിന്നെ നിങ്ങൾ ബെസൽ കാണുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോയിൽ ചിലപ്പോഴേ വ്യക്തമാവുള്ളൂ. ആ ബെസൽ നല്ല ചെറിയ ബെസലാണ്. അതുകൊണ്ട് നമുക്ക് നല്ല കാണുമ്പോൾ നല്ല ക്ലിയർ അനുഭവപ്പെടുന്നുണ്ട്. ഫുൾ HD പ്ലസ് ഉണ്ട്. പിന്നെ അത്ര കളർ കറക്റ്റ് ഒന്നുമല്ല. ആ ഒരു സെഗ്മെൻറ്റും പിന്നെ അങ്ങനത്തെ യൂസിനുള്ള വലിയ വീഡിയോ എഡിറ്റിങ്ങും പിന്നെ അങ്ങനത്തെ വലിയ വലിയ യൂസുകൾക്കുള്ള ലാപ്പല്ല. ചെറിയ യൂസിന് നോർമൽ യൂസറിനുള്ള ഒരു നല്ല ലാപ്ടോപ്പാണിത്. അപ്പം അങ്ങനെ നോക്കുമ്പം നല്ല തിന്നായിട്ടുള്ള ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ലാപ്ടോപ്പാണ്. നമുക്ക് കൊണ്ടുനടക്കാനൊക്കെ നല്ല സുഖം. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ചക്ക വലുപ്പത്തിൽ ലൈറ്റ് വെയിറ്റ്, എക്സ്ട്രീംലി പോർട്ടബിൾ. പിന്നെ നാനോ എഡ്ജ് ഡിസ്പ്ലേ, ഇമ്മർസീവ് വിഷ്വൽസ്, അത് രണ്ടും എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ സൂപ്പർ ബാറ്ററി. അടുത്ത് ബാറ്ററിയുടെ കാര്യം നമ്മൾ പറയുകയാണെങ്കിൽ ബാറ്ററി ഒരു മാക്സിമം നമ്മൾ നെറ്റ് കണക്ട് ചെയ്യാതെ യൂസ് ചെയ്താൽ 3.5 മണിക്കൂർ 4 മണിക്കൂർ കിട്ടും. ഇനി വൈഫൈ കണക്ട് ചെയ്ത് യൂസ് ചെയ്യുകയാണെങ്കിൽ മാക്സിമം 3 മണിക്കൂർ, അത്രേ പ്രതീക്ഷിക്കാൻ പാടുള്ളൂ. 3 മണിക്കൂറിൽ കൂടുതൽ കിട്ടില്ല. എനിക്ക് 2.5 മണിക്കൂറൊക്കെയാണ് രാവിലെ ക്ലാസ്സിന് കിട്ടാറുള്ളത്. 4 മണിക്കൂറാണ് ക്ലാസ്. ഞാൻ ചാർജ് ചെയ്തിട്ട് ഇടയ്ക്ക് ചാർജ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ 3 മണിക്കൂർ മാക്സിമം. എനിക്ക് 2.5 മണിക്കൂറാണ് ഇതിൻ്റെ ബാക്കപ്പ് നെറ്റൊക്കെ ഇട്ട് ഗൂഗിൾ മീറ്റിന് കിട്ടാറുള്ളത്. അപ്പം ബാറ്ററിയും വലിയ സീനൊന്നുമില്ല. പക്ഷേ ഈ ഒരു ലാപ്ടോപ്പ് നമ്മൾ ചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ പാടില്ല. ഞാൻ ഈ ലാപ്ടോപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നമുക്ക് ആമസോണിൽ കിട്ടും തോന്നുന്നു. ആമസോണിൽ ഞാൻ അന്ന് നോക്കിയപ്പോൾ ഉണ്ടായിരുന്നു. ഞാൻ ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പം ഇത് ചാർജ് ചെയ്ത് യൂസ് ചെയ്യാൻ പാടില്ല. കാരണം ഇത് നോട്ട്ബുക്ക് വിഭാഗത്തിൽപ്പെട്ട ലാപ്ടോപ്പാണ്. അതുകൊണ്ട് നല്ല തിന്നാണല്ലോ, അത് കണ്ടല്ലോ, നല്ല തിൻ ലാപ്ടോപ്പാണ്. അപ്പം തിൻ ലാപ്ടോപ്പ് ആയതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഹീറ്റ് കൂടുതലുണ്ടാവും നമ്മൾ ചാർജ് ചെയ്ത് യൂസ് ചെയ്യുക. പെർഫോമൻസ് ഒബ്വിയസ്ലി കൂടുതൽ കിട്ടും. പക്ഷെ നല്ല ഹീറ്റ് ഉള്ളിലുള്ളത് കൊണ്ട് ബാറ്ററിക്ക് അത് ഡാമേജ് ആയിരിക്കും. പക്ഷെ ഗെയിമിംഗ് ലാപ്ടോപ്പുകളും സാധാ കാഷ്വൽ ലാപ്ടോപ്പുകളും നമുക്ക് നല്ല കട്ടിയുള്ളത് കൊണ്ട് ഹീറ്റിന് നിൽക്കാൻ സ്ഥലവും പുറത്തോട്ട് വിടാൻ സ്ഥലവും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ചാർജ് ചെയ്ത് യൂസ് ചെയ്താൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഈ ലാപ്ടോപ്പ് ചാർജ് ചെയ്ത് യൂസ് ചെയ്യുന്നതിന് അത്ര വിഷയമൊന്നുമില്ല. ഇടയ്ക്കൊക്കെ ചാർജ് ചെയ്ത് യൂസ് ചെയ്യാം. പക്ഷേ നമ്മളെപ്പോഴും ചാർജ് ചെയ്ത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലാപ്ടോപ്പിന് അത് കേടാണ്. നെക്സ്റ്റ് നമ്മൾ ഇതിൻ്റെ ഒരു ഓവർവ്യൂ നോക്കുകയാണെങ്കിൽ ന്യൂമറിക് കീപാഡ് വരുന്നുണ്ട്. ചില ലാപ്ടോപ്പിൽ അത് വരാറുള്ളൂ. പിന്നെ ജസ്റ്റേഴ്സ് സപ്പോർട്ട് ചെയ്യുന്ന, മൾട്ടി ടച്ച് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ട്രാക്ക് പാഡ് വരുന്നുണ്ട്. കൂടെ ഫിംഗർ പ്രിൻ്റ് സ്കാനറും വരുന്നുണ്ട്. ഇപ്പം സ്കാനറിൻ്റെ സ്പീഡൊക്കെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. പിന്നെ ഫീസൊക്കെ നല്ല നിങ്ങൾ കേൾക്കുന്നുണ്ടോയെന്ന് അറിയില്ല. നല്ല നമുക്ക് ടൈപ്പ് ചെയ്യുമ്പോൾ ഒരു സുഖം ഫീൽ ചെയ്യുന്ന രീതിക്കുള്ളതാണ്. പിന്നെ സൈഡ് നോക്കുകയാണെങ്കിൽ ഇടത്തെ വശത്ത് ഒരു ചാർജിങ്ങിൻ്റെ പോർട്ടുണ്ട്. പിന്നെ ഒരു USB Type C പോർട്ട് ഉണ്ട്. Type C പോർട്ട് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടിയത് വളരെ നല്ല ഒരു കാര്യമാണ്. ഞാനിതൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അവിടെ പോയപ്പോൾ ഓഫ്ലൈൻ ഷോപ്പിൽ നിന്നാണ് വാങ്ങിയത്. ആമസോണിലും കിട്ടും. അപ്പം പിന്നെ ഒരു ഫാൻ വെൻ്റൊക്കെ അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അത്ര ഹീറ്റിംഗ് ഒന്നുമില്ല. പക്ഷെ ചാർജിങ്ങിൻ്റെ സമയത്ത് ഉള്ളിൽ ഹീറ്റ് ഉണ്ടാവുമല്ലോ.
അതാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ പുറത്തേക്ക് അത്ര ഹീറ്റ് ഫീൽ ചെയ്യുന്നേ ഇല്ല. ഒരു വെൻ്റ് ഇവിടെ കിടക്കുന്നുണ്ട്. പിന്നെ HDMI പോർട്ട് ഉണ്ട്. പിന്നെ USB 2.0 പോർട്ട് ഉണ്ട്. റൈറ്റ് സൈഡിൽ ഇവിടെ 2 USB 3.0യുടെ ഒരു 2 പോർട്ട് കാണുന്നുണ്ട്. പിന്നെ USB 2 പോർട്ട് പറഞ്ഞു. പിന്നെ ലോക്ക് പോർട്ട് ഉണ്ട്. പിന്നെ ഒരു 3.5mm ഓഡിയോ ജാക്ക് ഉണ്ട്. പിന്നെ ഒരു SD കാർഡ് റീഡർ ഉണ്ട്. SD കാർഡ് റീഡറും പല ലാപ്ടോപ്പിലും കാണാറില്ലാത്ത ഒരു ഫീച്ചറാണ്. SD കാർഡ് റീഡറും പിന്നെ അപ്പുറത്തുള്ള Type-C പോർട്ടുമാണ് ഇതിൽ ഹാൻഡി ഫീച്ചേഴ്സ് ആയിട്ട് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഞാൻ കണ്ടത്. പിന്നെ 2 ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. ആ ഒരു LED ഇൻഡിക്കേറ്റേഴ്സ്, ഒന്ന് ചാർജിങ്ങിൻ്റെതും ഒന്ന് വർക്കാവുന്നതും. നെക്സ്റ്റ് നമുക്കിത് എത്ര നേരം കൊണ്ട് സ്വിച്ച് ഓൺ ആവുമെന്നുള്ളത് നോക്കാം. ഇതിൻ്റെ സെക്കൻഡൊക്കെ ഞാൻ വീഡിയോൻ്റെ അകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. എഡിറ്റ് ചെയ്യുമ്പോൾ ഉൾപ്പെടുത്താം. നമ്മൾ ഓൺ ചെയ്തു. അസ്യൂസിൻ്റെ ഒരു മോഡലാണെന്ന് പറഞ്ഞു. VIVOBOOK ഞാൻ പറയാൻ വിട്ടുപോയി. VIVOBOOKിൻ്റെ സീരീസിൽ വരുന്നതാണ്. പ്രത്യേകിച്ച് ഇതിനൊരു പേരൊന്നുമില്ല. പേരെന്ന് പറഞ്ഞാൽ ഒരു മോഡൽ നമ്പറാണ്, X59A എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇങ്ങനെയാണ് ഓണായി കഴിഞ്ഞാൽ വരിക. ബ്രൈറ്റ്നസ് കൂട്ടിയിടുക. അപ്പം ഫിംഗർ പ്രിൻറ്റ് സ്കാനർ വെക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നല്ല സ്പീഡിൽ വർക്കാവുന്നുണ്ട്. നല്ല ഫാസ്റ്റാണ് ഫിംഗർ പ്രിൻ്റൊക്കെ. പിന്നെ ഫേസ് അൺലോക്ക് വർക്ക് ചെയ്യില്ല. വെബ് ക്യാം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഓൺലൈൻ കോൺഫറൻസിനൊക്കെ നല്ല രീതിക്ക് അത്യാവശ്യമുള്ള ഒരു VGA ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. 720p ക്യാമറ അല്ല. അതുകൊണ്ട് അത്ര ക്ലാരിറ്റി ഒന്നും പ്രതീക്ഷിക്കേണ്ട. എന്നാലും ഒരു കോൺഫറൻസിനൊക്കെയുള്ള ക്ലാരിറ്റി ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഡെസ്ക്ടോപ്പ് കാണുന്നുണ്ടാവും. അത്യാവശ്യം നല്ല ബ്രൈറ്റ് ഡിസ്പ്ലേ ആണ്. എത്ര നിറ്റ്സിൻ്റെ ബ്രൈറ്റ്നസ് ഉണ്ടെന്ന് എനിക്കറിയില്ല. വിൻഡോസ് 10 ജെന്യൂൻ പ്രീ ഇൻസ്റ്റാൾഡ് വരുന്നുണ്ട്. അത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എല്ലാ ലാപ്ടോപ്പിലും അധികം വരുന്നുണ്ട്. പക്ഷേ എന്നാലും പലതിലും വരാറില്ല. ലെനോവോൻ്റെ ഒരു ലാപ്ടോപ്പിൽ DOS ആണ് വരുന്നത്. അപ്പം വിൻഡോസ് ജെന്യൂൻ വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ സ്പെസിഫിക്കേഷൻ കൂടുതൽ നോക്കുകയാണെങ്കിൽ സോണിക് മാസ്റ്ററിൻ്റെ ഒരു സ്പീക്കർ വരുന്നുണ്ട്. നല്ല അടിപൊളി സൗണ്ട് ഔട്ട്പുട്ട്, വേറെ ലെവലാണ്. അടിപൊളി സൗണ്ട് ഔട്ട്പുട്ടാണ് ഞാൻ കേൾപ്പിച്ച് തരുന്നുണ്ട്. പിന്നെ പ്രൊസസ്സർ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ i3 10th Gen. അപ്പം ബേസിക് യൂസുകൾ, ഇമെയിൽ അയക്കുക, ഡോക്യുമെൻറ്റ്സ് ഉണ്ടാക്കുക, ഓൺലൈൻ ക്ലാസ്, അത്യാവശ്യം ബാറ്ററി ബാക്കപ്പ്, ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും ഒരു വിഷയവുമില്ല. ഇൻ്റൽ കോർ i3 10th Gen. അപ്പം പിന്നെ അതിൻ്റെ സ്റ്റോറേജ് 1 TB HDD ഹാർഡ് ഡിസ്ക്, 1 TB ഹാർഡ് ഡിസ്ക് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും വൈകിട്ട് ബൂട്ടാവുന്നത് നമ്മൾ ഓൺ ചെയ്യുന്ന സമയത്ത്. അപ്പം ഈ SSD ആയിരുന്നെങ്കിൽ കുറച്ചും കൂടി സ്പീഡ് ഉണ്ടാകും. പക്ഷെ എനിക്ക് SSD അല്ലായിരുന്നു എനിക്ക് വേണ്ടത്. കാരണം എനിക്ക് കുറച്ച് ഡാറ്റാസ് കയറ്റാനുണ്ടായിരുന്നു. അപ്പം ഞാൻ HDD എടുത്തതാണ്. പിന്നെ RAM ആണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയത്. കാരണം 8GB DDR4 RAM വരുന്നുണ്ട്. 8GB. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എല്ലാ ലാപ്ടോപ്പിലും വരുന്ന RAM 4GB ആണ്. പക്ഷെ എന്തുകൊണ്ട് ഇതിന് 8GB കിട്ടിയെന്ന് എനിക്കറിയില്ല. എന്തായാലും നല്ല പെർഫോമൻസ് വരുന്ന പക്ക RAM തന്നെയാണ്. നല്ല പൊട്ട RAM ഒന്നുമല്ല. നല്ല അടിപൊളി 8GB DDR4 തന്നെയാണ്. DDR3 ഒന്നുമല്ല കൊടുത്തത്, DDR4 RAM തന്നെയാണ്. അങ്ങനെയാണ് ബേസിക് ആയിട്ട് നോക്കുമ്പോൾ സ്പെസിഫിക്കേഷൻ ഡീറ്റെയിൽസ്. അടുത്തത് വേണമെങ്കിൽ നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ക്രോമൊക്കെ ഓപ്പൺ ആകുമ്പോൾ ഒരു ഫസ്റ്റ് ഓപ്പണിങ്ങിന് ഒരു 10 സെക്കൻഡിൻ്റെ അടുത്തൊക്കെ എടുക്കും. അത് HDD ആണല്ലോ. പിന്നെ സൗണ്ട് ഔട്ട്പുട്ട് ഞാൻ കാണിച്ചു തരാം. സൗണ്ട് ഔട്ട്പുട്ട് കേൾക്കുന്നുണ്ട് തോന്നുന്നു. നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സൗണ്ട് തന്നെയാണ്. ക്വാളിറ്റീനെ മാത്രമല്ല, സോണിക് മാസ്റ്ററിന്റെ ഡുവൽ സ്പീക്കേഴ്സ് ആണ് വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പം നല്ല ക്വാളിറ്റി ഉള്ള, നല്ല സൗണ്ട് ഉള്ള, നല്ല സൗണ്ട് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല സൗണ്ട് ഉണ്ട്. അത്രയും നല്ലൊരു ക്വാളിറ്റി ഉള്ള മ്യൂസിക് തന്നെയാണ് വരുന്നത്. നിങ്ങൾ കേട്ടു. അപ്പോൾ ഈ ഒരു ലാപ്ടോപ്പിൻ്റെ യൂസർ റിവ്യൂ എന്താണെന്ന് വെച്ചാൽ, ഞാൻ യൂസ് ചെയ്ത് നൽകി പറയുകയാണ്.
നമ്മൾ ആദ്യം മേടിച്ചപ്പോൾ സ്റ്റാർട്ടിങ് ട്രബിൾ പോലെ ഫീൽ ചെയ്തു. i3 ആണെങ്കിലും നമ്മൾ ബൂട്ട് ചെയ്യുന്ന സമയത്ത് ചെറിയ ലാഗ് വരുന്നുണ്ട്. നിങ്ങൾ നേരത്തെ കണ്ടു തോന്നുന്നു. ഞാൻ വിൻഡോസ് കീ പ്രസ് ചെയ്തപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് പൊന്തി വന്നില്ല. കാരണം എന്തോ ഒരു ട്രബിൾ ഉണ്ട്. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ഉടനെ HDD ലോഡ് ആവാനുള്ള ഒരു ടൈം എടുക്കുന്നുണ്ട്. പിന്നെ അത് പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം ഹാർഡ് ഡിസ്ക് ആണല്ലോ, അതിൻ്റെ ഒരു ഇത് കാണിക്കും. പിന്നെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സീനുകളൊന്നുമില്ല, നല്ല അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. പിന്നെ നെറ്റ്വർക്ക് കണക്ടിവിറ്റി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ വൈഫൈ ഒക്കെ നല്ല സ്റ്റേബിൾ ആയിട്ട് പോകുന്നുണ്ട്. വൈഫൈക്ക് ഒന്നും സീനൊന്നുമില്ല. പിന്നെ മൈക്ക് നോക്കുകയാണെങ്കിൽ നല്ല മൈക്കാണ്. ഞാൻ കോർട്ടാനൊക്കെ യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ഓവറോൾ സ്കോർ നോക്കുകയാണെങ്കിൽ നമുക്ക് അധികം പോരായ്മകളൊന്നുമില്ല. തുടങ്ങുമ്പോഴുള്ള ഒരു പോരായ്മയുള്ളൂ. നമ്മൾ ഷട്ട് ഡൗൺ ചെയ്ത് ഓപ്പൺ ചെയ്യുന്ന സമയത്തുള്ള ഒരു പോരായ്മ മാത്രമേ ഉള്ളൂ, വേറെ സീനൊന്നുമില്ല. അങ്ങനെയാണ് എനിക്ക് ഈ 20 ദിവസം കൊണ്ട് മനസ്സിലാക്കാൻ പറ്റിയത്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായി തോന്നുന്നു. നമുക്ക് ഞാനൊന്ന് ബ്ലൂസ്റ്റാക്സ് ഒക്കെ റൺ ചെയ്ത് കാണിച്ചു തരാം. നല്ല ഇപ്പോൾ വേണമെന്നില്ലല്ലോ, 8GB റാം ഉണ്ട്. അപ്പം നല്ലോണം റൺ ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാം. അപ്പം ഇത്രയൊക്കെ തന്നെ നമ്മളെ വീഡിയോയിൽ പറയാൻ ഞാൻ ഉദ്ദേശിച്ചിരുന്നുള്ളൂ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഈ ലാപ്ടോപ്പിൻ്റെ കൃത്യ മോഡലും അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. കൃത്യം പറയാൻ എനിക്കറിയില്ല, അതിൻ്റെ ഫസ്റ്റ് ഭാഗം മാത്രമേ അറിയുള്ളൂ. Asus VIVOBOOK X59A അങ്ങനെയാണ് എൻ്റെ ഓർമ്മ. അപ്പം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. നല്ല ലാപ്ടോപ്പാണ്. എൻ്റെ പ്രൈസ് കൃത്യം എനിക്ക് ഓർമ്മയില്ല, അതും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. 40,000 താഴെയായിരുന്നു, 37,500 എങ്ങാനാണ് അതിൻ്റെ പ്രൈസ്. നിങ്ങൾക്ക് ആമസോണിൽ കാണാനും പറ്റും. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. നല്ല ലാപ്ടോപ്പാണ്. അപ്പം ഇത്രയൊക്കെ തന്നെയാണ് ഞാൻ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിലേക്കും കാണുന്നവരെ സ്റ്റേ സേഫ്, ബൈ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു കേട്ടോ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.